നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിങ്ങലഗ്നത്തിന് ഈ ഇടവമാസം എങ്ങനെ? ഇത് പൊതുവായൊരു ഫലമാണ്. കൂടുതൽ വിശദമായിട്ടൊരു പരിശോധനയ്ക്കായിട്ട് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കുന്നത്, കൂടുതൽ വിശദമായൊരു ഫലത്തിന് വേണ്ടിയിട്ട് ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇടവമാസം ചിങ്ങലഗ്നത്തിന് നിർണായകമായ പല മാറ്റങ്ങൾക്കും കാരണമാകുന്നു. ജീവിതത്തിൽ സ്വയം വിലയിരുത്തുന്ന നിമിഷങ്ങൾ കടന്നുപോയേക്കാം. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും മാനസികമായ സമാധാനത്തിനും വളരെ ഗുണം ചെയ്തേക്കും. ജീവിതത്തെയും ലക്ഷ്യങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾക്ക് കാരണമാവാം. മുൻഗണനകൾ മാറ്റിവെച്ച് ആത്മീയമായ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിച്ചേക്കും. മെയ് 23 മുതൽ മെയ് 26 വരെയുള്ള കാലയളവിൽ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചിന്തകൾ കൂടുതൽ ആഴമുള്ളതോ അല്പം അസ്വസ്ഥമാക്കുന്നതോ ആകാം. ആശയക്കുഴപ്പങ്ങൾ തോന്നിയേക്കാം. വലിയ ആഗ്രഹ സാഫല്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളോ ഉണ്ടായേക്കാം. ഈ സമയത്ത് ധ്യാനം പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് മനസ്സമാധാനം നിലനിർത്താൻ സഹായിക്കും. എന്നിരുന്നാലും മനസ്സിന് ഒരു പ്രത്യേക സംവേദനക്ഷമതയും ഭാവനാശക്തിയും നൽകുന്നതാണ്. ചിലപ്പോൾ ചിന്തകളെ കൂടുതൽ ആഴമുള്ളതാക്കാനും ആത്മവിശ്വാസം ചേർത്ത് ഒരു സവിശേഷ മാനസികാവസ്ഥ വന്നു ചേരുന്നതിനും ഈ കാലയളവിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. മെയ് 26 മുതൽ 28 വരെയുള്ള കാലയളവിൽ മനസ്സിന് സന്തോഷമുണ്ടാക്കും വിധത്തിൽ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികമായി ഉയർച്ച ലഭിച്ചേക്കാം. ഈ ഒരു സമയം മനസ്സിനായാലും സാമ്പത്തികമായും ഒരു ഉയർച്ച പ്രതീതി അനുഭവപ്പെടുന്നതാണ്. ചിങ്ങലഗ്നക്കാരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം നൽകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഇടവമാസം. ബുദ്ധിപരമായിട്ടുള്ള നല്ല ആശയങ്ങൾ വന്നു ചേരും. അത് മനസ്സിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ബുദ്ധിപരമായ ധൈര്യമോ കലാരംഗത്തുള്ള കഴിവോ അനുഭവത്തിൽ വരാം. ജൂൺ 2 വരെയുള്ള സമയം കലാപരമായ കഴിവുകൾക്ക് കൂടുതൽ വ്യക്തതയും ഉയർച്ചയും അനുഭവപ്പെടാം. മാത്രമല്ല ഈ സമയം ഈശ്വരാധീനം ഉള്ള സമയം തന്നെയാണ്. ഇത് കലാരംഗത്തുള്ള വിജയം കൂടുതൽ ഉറപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഈ സമയം വ്യക്തികളിൽ ജീവിതത്തിൽ നല്ലൊരു ദിശാബോധം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്ന് വേണം നമുക്ക് ചിന്തിക്കാം. സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ സൗഹാർദ്ദവും നല്ല ആശയവിനിമയവും സന്തോഷവും നൽകാൻ കാരണമായേക്കും. ചിങ്ങലഗ്നക്കാരുടെ അമ്മയെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടും രോഗപ്രതിരോധശേഷിയുടെ കാര്യത്തിലും വളരെ നല്ല സമയമാണ് ഈ ഇടവമാസത്തിൽ. എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണ് അവരെങ്കിൽ ഈ സമയം രോഗത്തിന് നല്ല ആശ്വാസം അല്ലെങ്കിൽ കുറവ് അനുഭവത്തിൽ വരാം. കുട്ടികളുടെ കാര്യത്തിൽ വീടിനുള്ളിൽ പ്രത്യേകിച്ച് അടുക്കള പോലെയിടങ്ങളിൽ ചെറിയൊരു ശ്രദ്ധ പുലർത്തുന്നത്, പ്രത്യേകിച്ച് ജൂൺ 2 ശേഷം കുട്ടികളുടെ കാര്യത്തിൽ ചെറിയ ശ്രദ്ധ നല്ലതായിരിക്കും. ജീവിതത്തിൽ അപ്രത്യക്ഷമായ ചില വഴിത്തിരിവുകളുണ്ടാകാം. തൊഴിലിലോ ആരോഗ്യനിലയിലോ അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥതകളോ ചില തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാം. മാനസികമായി അമിത ചിന്തയും സമ്മർദ്ദവും അനുഭവപ്പെടാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ദീർഘകാലമായുള്ള ചെറിയ അസുഖങ്ങൾ അവഗണിക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവാം. ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വായുകോപം പോലുള്ള അസ്വസ്ഥതകൾ, കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ പറഞ്ഞാൽ വയറിൽ ഗ്യാസ് രൂപപ്പെടാനും ദഹനം മന്ദഗതിയിലാക്കുന്നതും കാരണമാവാം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാൽമുട്ട് വേദന, കാൽപാദവേദന, അതായത് ഞരമ്പ് സംബന്ധമായ വേദനകൾ, ഇവയെല്ലാം ഉണ്ടാകുവാനും സാധ്യത നമുക്ക് പറയാം. പൂർവിക സ്വത്തുകൾ കൈമാറുന്നതിലെ ചില തടസ്സങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കോ കാലതാമസത്തിനോ സാധ്യതയുണ്ട്. ജൂൺ 2 ശേഷം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വലിയ കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആശ്വാസകരമായിട്ടൊരു സമയമായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഇടവം മാസം ചിങ്ങലഗ്നക്കാർക്ക് അനുഭവപ്പെടുന്നത്. ജൂൺ 7 മുതൽ ജൂൺ 9 വരെയുള്ള കാലയളവിൽ ചർമ്മത്തെ ബാധിക്കുന്ന ചില അസ്വസ്ഥതകളോ ചൊറിച്ചിലുകളോ അനുഭവപ്പെട്ടേക്കാം. ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഭാഗ്യമുള്ള ഒരു സമയമാണ് ഇടവമാസം ചിങ്ങലഗ്നക്കാർക്ക്. പെട്ടെന്നുള്ള പുരോഗതി വന്നു ചേരാം. പിതാവിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നതാണ്. ചിങ്ങലഗ്നക്കാർക്ക് നേതൃത്വ പാഠവം വളർത്തുന്ന ആത്മവിശ്വാസം കൂടി ഈ കാലയളവിൽ വന്നു ചേരാം. ജൂൺ 2 മുന്നേ
ആയി ചിങ്ങലഗ്നക്കാർ സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാക്കുന്നതാണ്. ബന്ധങ്ങളിൽ സന്തോഷം വന്നു ചേരാം. വലിയ സാമൂഹ്യ ബന്ധങ്ങളിലൂടെ പുതിയ അവസരങ്ങളിലൂടെയും ജീവിതത്തിൽ സന്തോഷം വന്നു ചേരാം. ജൂൺ 2 ശേഷം ആഡംബരങ്ങൾക്കും സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഭാഗ്യം, സുഖസൗകര്യങ്ങൾ എന്നിവ വന്നു ചേരാം. സാമൂഹികമായ നേട്ടങ്ങളും കുറേ നാളായുള്ള ആഗ്രഹം പൂർത്തീകരണം, അതായത് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് പൂർത്തീകരിക്കാനുള്ളൊരു യോഗം, ഇതൊക്കെ സാധ്യമാകും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള യോഗം വന്നു ചേരാം. സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങളിൽ കൂടുതൽ സുതാര്യതയും നല്ല ആശയവിനിമയവും ചിങ്ങലഗ്നക്കാർക്ക് ഈ ഇടവ മാസത്തിൽ അനുഭവപ്പെടാം. ബിസിനസ്സിൽ നല്ല പുരോഗതി വന്നു ചേരും. മാനസികമായ ചില വിഷമതകൾ സാധ്യതയുണ്ട്. ജൂൺ 2 ശേഷം ദൈവാധീനം കുറഞ്ഞു വരുന്ന പോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും അനുഭവപ്പെട്ടേക്കാം. ഇത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും ധ്യാനത്തിലുമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ സമയം നല്ലതായിരിക്കും. മനഃശാന്തി നൽകാൻ സഹായിക്കും. ധ്യാനം, യോഗ എന്നിവയെല്ലാം ഈ സമയം നല്ലതായിരിക്കും. ജൂൺ 8 ശേഷം കരിയറിലൂടെ സമ്പത്ത് വന്നു ചേരും. ഒരു മാറ്റം വരുന്ന സമയം. ഈ സമയം കരിയറിലെ പുതിയ അവസരങ്ങളിലൂടെയോ വിദേശ ബന്ധങ്ങളിലൂടെയോ സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. ഇതെല്ലാമാണ് നമ്മളെ ചിങ്ങലഗ്നത്തിന് ഇടവമാസത്തിൽ വന്നു ചേരാവുന്ന ഫലങ്ങളെന്ന് പറയുന്നത്. ഇതിൽ പല ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. നമുക്ക് ചെറിയ ചെറിയ വഴിപാടിലൂടെ ആ പല ദോഷങ്ങളും നമുക്ക് ഒരുവിധം കുറയ്ക്കാനായിട്ട് നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. അതിനിപ്പോൾ നമുക്ക് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം വഴിപാട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ശാസ്താവിനെ എള്ളതിരി കത്തിക്കുന്നതും നല്ലതാണ്. ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ കറുത്ത എള്ളോ കറുത്ത തുണിയോ ഇരുമ്പ് സാധനങ്ങളോ ദാനം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗണപതി ഹോമവും സുബ്രഹ്മണ്യ സ്വാമിക്ക് പായസ നിവേദ്യം നടത്തുന്നത് നല്ലതാണ്. ദുർഗാദേവിക്കോ ഭദ്രകാളിക്കോ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണ്. ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് ഈ സമയം നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ദോഷങ്ങൾ കുറഞ്ഞ് ഈ ഒരു ഇടവമാസം ചിങ്ങലഗ്നക്കാർക്ക് നല്ലതായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ല അനുഭവങ്ങൾ മാത്രം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.